ഇസ്രായേൽ ലെബനനിൽ വെടിനിർത്തി. എന്നാൽ വെടിനിർത്തു മുൻപ് കരിമരുന്ന് പ്രകടനത്തിന്റെ അവസാനത്തെ ആളിക്കത്തൽ ഇസ്രായേൽ ലെബനനിൽ നടത്തി. ലെബനനിലെ ഹിസ്ബുള്ളയെ ഇസ്രായേൽ ലക്ഷ്യം വെച്ച് മുഴുവൻ സെറ്റുകളും തകർത്ത് നൂറുകണക്കിന് ഹിസ്ബുള്ളകളെ ഇല്ലാതാക്കുകയായിരുന്നു. ഹിസ്ബുള്ളയുടെ 20-ലധികം ആയുധ സംഭരണ ഡിപ്പോകൾ, ഹിസ്ബുള്ളയുടെ സമ്പത്ത് സൂക്ഷിച്ച ബാങ്കുകൾ, സ്വർണം സൂക്ഷിക്കുന്ന നിലവറകൾ, ബങ്കറുകൾ, ട്രെയിനിങ് ക്യാമ്പുകൾ എല്ലാം ഇസ്രായേൽ വെടിനിർത്തു മുൻപ് തവിട് പൊടിയാക്കുകയായിരുന്നു. ഇനി ഒരിക്കലും ലെബനനിൽ ഹിസ്ബുള്ളയുടെ പഴയ വീര്യം ഉണ്ടാവില്ല എന്ന് ഇസ്രായേൽ വെടിനിർത്തും മുൻപ് ഉറപ്പുവരുത്തുകയായിരുന്നു. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ പുലർച്ചെ 4 മണിക്ക് പ്രാബല്യത്തിൽ വന്നു. എന്നാൽ വെടിനിർത്തുന്നതിന് തൊട്ടു മുൻപ് കഴിഞ്ഞ രാത്രി ലെബനനിലെ ഹിസ്ബുള്ളയുടെ താവളമായ ദഹിയേഹ് ഇസ്രായേൽ ദഹിപ്പിക്കുകയായിരുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയുടെ വൻ കോട്ടകളായിരുന്നു ദഹിയേഹിൽ. ഇവിടെയുള്ള ഹിസ്ബുള്ളയുടെ 20 കേന്ദ്രങ്ങളും ഇസ്രായേൽ അപ്രതീക്ഷിതമായ വ്യോമാക്രമണത്തിൽ തകർത്തു. ലെബനനിൽ വെടിനിർത്തലിന് സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേരുന്നതിനും അംഗീകാരം നൽകുന്നതിനും തൊട്ടു മുൻപായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് നൽകിയ കനത്ത പ്രഹരം. വെടിനിർത്തൽ നിലവിൽ വന്നതിനാൽ ഇനി ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കാനുമാകില്ല. തെക്കൻ ബെയ്റൂട്ടിലെ ഭീകര ഗ്രൂപ്പിന്റെ ദഹിയേഹ് കോട്ടയിലെ 20 ഹിസ്ബുള്ള ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അനേകം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ 24 വർഷത്തിനിടെ ആദ്യമായി തങ്ങളുടെ സൈനികർ ലിറ്റാനി നദിയുടെ ഒരു ഭാഗത്ത് എത്തിയതായും അവിടം പിടിച്ചെടുത്തതായും ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ലബനീസ് തലസ്ഥാനത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ 20 കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി എന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയ ശേഷം 2 മിനിറ്റിനുള്ളിൽ 20 സൈറ്റുകളിലും ആക്രമണം നടത്തിയതായി IDF പറഞ്ഞു. 8 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് വേഗമേറിയതും വിപുലവുമായ വ്യോമാക്രമണം നടത്തിയത് എന്ന് സൈന്യം അറിയിച്ചു. ആക്രമണത്തിൽ ലക്ഷ്യമിട്ട 7 കെട്ടിടങ്ങൾ ഹിസ്ബുള്ള മാനേജ്മെന്റിനും ഫണ്ട് സംഭരിക്കുന്നതിനുമായി ഉപയോഗിച്ചിരുന്നതായി IDF പറഞ്ഞു. ആസ്ഥാനം, നിലവറകൾ, അൽ ഖർദ് അൽ ഹസൻ അസോസിയേഷന്റെ ശാഖകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ നിലവറകളിലായിരുന്നു ഹിസ്ബുള്ളയുടെ സ്വർണവും പണവും. ഇവിടെയായിരുന്നു ഇറാൻ ഫണ്ടിങ്ങും ഹിസ്ബുള്ളയുടെ സ്വതന്ത്ര വരുമാന സ്രോതസ്സുകളും അസോസിയേഷന്റെ ശാഖകളിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഇത് സംഘടനയുടെ ഭീകര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും പ്രായോഗികമായി ഉപയോഗിച്ചു വരുന്നു. മറ്റ് 13 സൈറ്റുകളിൽ ഹിസ്ബുള്ള ഏരിയൽ ഫോഴ്സ് സെൻട്രൽ ഇന്റലിജൻസ് ഡിവിഷൻ കമാൻഡ് റൂം, ആയുധ ഡിപ്പോകൾ, മറ്റു സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് IDF അറിയിച്ചു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായും മറ്റു പ്രതിരോധ ഉദ്യോഗസ്ഥരുമായും നടത്തിയ ഒരു വിലയിരുത്തലിൽ വടക്കൻ മുന്നണിയിൽ തുടരുന്ന IDF ആക്രമണ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഓഫീസ് അറിയിച്ചു. യുദ്ധ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന യോഗത്തിൽ IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹലേവി, ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ ഒഡൈഡ് ബസ്യൂക്ക്, ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ സ്ലോമി ബ്ലെൻഡർ, സ്ട്രാറ്റജി ഡയറക്ടറേറ്റ് മേധാവി മേജർ എന്നിവർ പങ്കെടുത്തു. ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു വെടിനിർത്തും മുൻപ് ഇസ്രായേൽ നടത്തിയത്. ഇനി ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ വാർത്തകളിലേക്ക് പോകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് നിർണായകമായ പ്രഖ്യാപനം നടത്തിയത്. അതിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെയായിരുന്നു. 40ഓളം പേജുകളുള്ള കരാർ ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചൊവ്വാഴ്ച മുഴുവൻ ചർച്ച ചെയ്തു. 30-ലധികം ഭേദഗതികൾ വരുത്തുന്നു. ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിക്കുകയോ ലെബനൻ ഭാഗത്തു നിന്ന് റോക്കറ്റ് ആരെങ്കിലും അയച്ചാലോ ലെബനനിൽ എവിടെ വേണമെങ്കിലും മുന്നറിയിപ്പില്ലാതെ ആക്രമണം നടത്താനുള്ള സുപ്രധാനമായ വകുപ്പ് കരാറിൽ ചേർക്കുന്നു. തുടർന്ന് ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് 10 അംഗങ്ങൾ വോട്ട് ചെയ്ത് പ്രമേയം പാസാക്കി. ഒരംഗം മാത്രം വെടിനിർത്തലിനെ എതിർത്ത് വോട്ട് ചെയ്തു. തുടർന്ന് പാസാക്കിയ പ്രമേയം അമേരിക്കൻ പ്രസിഡന്റിന് കൈമാറുന്നു. ജോ ബൈഡൻ വെടിനിർത്തൽ കരാർ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുന്നു. സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയ കാര്യം നെതന്യാഹു പ്രഖ്യാപിച്ചത്. കരാറിന്റെ രൂപരേഖ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചതായും നെതന്യാഹു പറഞ്ഞു. എന്നാൽ ലെബനനിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വെടിനിർത്തൽ കരാറിന്റെ കാലാവധി തീരുമാനിക്കപ്പെടുന്നത് എന്ന് നെതന്യാഹു വ്യക്തമാക്കി. കരാർ ലംഘിച്ച് ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി തന്നെ തിരിച്ചടിക്കും. അതിർത്തിക്ക് സമീപത്തു നിന്നും തുടച്ചു നീക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ തീവ്രവാദികൾ ശ്രമിച്ചാലും അതിന് പ്രതികരിക്കും. ആക്രമണം തുടങ്ങിയ ദിവസങ്ങളെ വെച്ച് നോക്കിയാൽ ഹിസ്ബുള്ള ഭീകരർ ഇന്ന് ദുർബലരായിരിക്കുകയാണ്. ഭീകര സംഘടനയുടെ നേതൃനിരയെയും അവരുടെ ആയുധശേഷിയെയും തകർത്തെറിയാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചുവെന്നും നെതന്യാഹു പറയുന്നു. ഇറാനിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഉയരുന്ന ഭീഷണിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, സേനാ വിഭാഗത്തിന് വിശ്രമം നൽകിക്കൊണ്ട് ആയുധ ശേഖരം വർദ്ധിപ്പിക്കുക, ഹമാസിനെ ഒറ്റപ്പെടുത്തുക, ഈ ലക്ഷ്യങ്ങളാണ് വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിന് കാരണമായത്.
വെടിനിർത്തലിന്റെ ദൈർഘ്യം ലബനനിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഞങ്ങൾ കരാർ നടപ്പിലാക്കുകയും ഏത് ലംഘനത്തിനെതിരെയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. വിജയം വരെ ഞങ്ങൾ ഐക്യത്തോടെ തുടരും. കരാറിന് ശേഷം നടത്തിയ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു: ലബനനിൽ വെടിനിർത്തിയാലും ഗാസയിൽ ഒരു വെടിനിർത്തലും ഇല്ല. ഗാസയുടെ മണ്ണിൽ നിന്നായിരുന്നു ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം ഉണ്ടായത്. ഭീകരന്മാരില്ലാതെ ഗാസയുടെ മണ്ണിനെ കഴുകി ഞങ്ങൾ വെടിപ്പാക്കും. ഹമാസ് ഇല്ലാത്ത ഗാസ, ആയുധമില്ലാത്ത ഗാസ, മിലിറ്ററി ഇല്ലാത്ത ഗാസ, ഇതാണ് ലക്ഷ്യമെന്നും ഇസ്രായേൽ സൈന്യ തലവൻ പറഞ്ഞു. ഇതിനിടെ ഗാസ യുദ്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ദൗത്യം ഞങ്ങൾ പൂർത്തിയാക്കും. ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരും. ഗാസ ഇനി ഇസ്രായേലിന് ഭീഷണിയില്ല എന്ന് ഞങ്ങൾ ഉറപ്പാക്കും. വടക്കൻ നിവാസികളെ സുരക്ഷിതമായി നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. യുദ്ധം അവസാനിക്കില്ല. വടക്കൻ നിവാസികൾ സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങുന്നത് ഉൾപ്പെടെ അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ഞങ്ങൾ തിരിച്ചറിയുന്നു. തെക്ക് സംഭവിച്ചതുപോലെ ഇത് സംഭവിക്കും, നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചതിന് അദ്ദേഹം 3 കാരണങ്ങൾ പറഞ്ഞു. ആദ്യത്തെ കാരണം ഇറാനിയൻ ഭീഷണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാരണം നമ്മുടെ സൈന്യത്തിന് ആശ്വാസം നൽകുകയും വിശ്രമം നൽകുകയും ചെയ്യുക. ഇസ്രായേൽ കൂടുതൽ കരുത്തും ആയുധങ്ങളും നിറയ്ക്കാൻ ഈ സമയം ഉപയോഗിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഞാൻ അത് തുറന്നു പറയുന്നു. ആയുധങ്ങളുടെയും യുദ്ധോപകരണങ്ങളുടെയും വിതരണത്തിൽ വലിയ കാലതാമസമുണ്ടായി എന്നത് രഹസ്യമല്ല. ഈ കാലതാമസം ഉടൻ പരിഹരിക്കും. ഞങ്ങളുടെ സൈന്യത്തെ സുരക്ഷിതമായി നിലനിർത്തുകയും ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാൻ കൂടുതൽ സ്ട്രൈക്ക് ഫോഴ്സ് നൽകുകയും ചെയ്യുന്ന നൂതന ആയുധങ്ങളുടെ സപ്ലൈസ് ഞങ്ങൾക്ക് ലഭിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. അതായത് വെടിനിർത്തി അടുത്ത മഹായുദ്ധത്തിന് ഇസ്രായേൽ ഒരുങ്ങുകയാണ്. ആയുധങ്ങൾ നിറയ്ക്കുകയാണ് മുഖ്യ ലക്ഷ്യം. പിന്നെ വെടിനിർത്തൽ ഉണ്ടാകാനുള്ള 3ാമത്തെ കാരണമായി ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് മുന്നണികളെ വേർപെടുത്തി ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നതാണ്. ഹിസ്ബുള്ളയിൽ നിന്നും ഹമാസിനെ വേർപെടുത്തുക, ഹിസ്ബുള്ളയെ അവരുടെ വഴിക്ക് വിട്ട് ഹമാസിനെ നശിപ്പിക്കുക എന്നതും അദ്ദേഹം പറയുന്നു. ഹമാസ് ഹിസ്ബുള്ളയെ തങ്ങളുടെ പക്ഷത്തു നിന്ന് പോരാടുമെന്ന് കണക്കാക്കുകയായിരുന്നു. ഹിസ്ബുള്ളയെ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതോടെ ഹമാസ് തനിച്ചായി. ഞങ്ങൾ ഹമാസിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അത് ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഞങ്ങളുടെ പവിത്രമായ ദൗത്യത്തിൽ ഞങ്ങളെ സഹായിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. എന്നാൽ ഹിസ്ബുള്ള കരാർ ലംഘിച്ചാൽ ഇസ്രായേൽ അതിനെ മാനിക്കില്ല എന്നും പൂർണ്ണശക്തിയോടെ തിരിച്ചടിക്കുമെന്നും പ്രധാനമന്ത്രി നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. യുഎസിന്റെയും ഫ്രാൻസിന്റെയും ഇടപെടലിലൂടെയാണ് സമാധാന ഉടമ്പടി നേടിയത്. അങ്ങനെ ഏകദേശം 1 വർഷത്തിലധികമായി നീണ്ടുനിന്ന യുദ്ധത്തിന് ഒരു പര്യവസാനം ആയിരിക്കുന്നു എന്ന സൂചനകൾ നൽകുന്നു എങ്കിൽ പോലും യുദ്ധം അവസാനിക്കുന്നില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഹമാസിനെ തുടച്ചു നീക്കാതെ വിശ്രമമില്ല എന്ന് ഇസ്രായേൽ പറയുന്നിടത്ത് യുദ്ധം അവസാനിക്കുന്നില്ല, യുദ്ധം ഇനിയും തുടരും എന്ന സന്ദേശം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.